മാഹി എന്ന് ശബ്ദത്തിൽ റഫീഖ് വിളിച്ചതും അവൾ ആകെ പേടിച്ചു പോയിരുന്നു. എൻ്റെ റബ്ബേ, ചാറ്റെങ്ങാനും കണ്ടോ? അവൾ വളരെയധികം ഭയപ്പാടോടെ ഓരോ ചുവടുകളും വെച്ചു. കൈകാലുകൾ വിറച്ചിട്ട് കൂട്ടിമുട്ടുന്നുണ്ടോ എന്നവർക്ക് തോന്നിപ്പോയി. ഇക്ക എന്താ? പേടിച്ചുകൊണ്ട് പതുങ്ങിയ സ്വരത്തിൽ ചോദിച്ചു. ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ, റൂം ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത് എനിക്കിഷ്ടല്ലെന്ന്. എത്ര വഴക്ക് കേട്ടാലും നീ എന്താ ശരിയാവാത്തേ? അലക്കാനുള്ളത് റൂമിൽ നിന്നെടുത്ത് അപ്പുറത്ത് കൊണ്ടുവച്ചൂടെ? നിനക്കറിയാലോ എനിക്ക് ഇത്തിരി വൃത്തി കൂടുതലാണെന്ന്. ഓ, അതാണോ കാര്യം? ഇടി മുഴങ്ങുന്ന രൂപത്തിൽ വിളിച്ചപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി. ഇതൊക്കെ ഒരു സമാധാനത്തിൽ സംസാരിച്ചോളൂ ഇക്കാക്ക്. എനിക്ക് വൃത്തിയാക്കാൻ സമയം കിട്ടില്ല, അതാ ഞാൻ. ഓ, സമയം കിട്ടില്ലെന്നോ? അതെ, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചു, എനിക്ക് പഠിക്കാൻ പോകണം എന്നൊക്കെയല്ലേ നീ ഇന്നലെ പറഞ്ഞത്? അത് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ട് വഴക്ക് കൂടിയത്. പിന്നെ ഇന്ന് ഇത്രമാത്രം എന്താ നിനക്ക് ഒഴിവില്ലാതായി പോയത്? അത് പിന്നെ തലവേദന, ഞാൻ കിടക്കായിരുന്നു അക്ക. ഓരോന്ന് പറഞ്ഞ് ഉരുളണ്ട, ഞാൻ കുളിക്കാൻ പോവാ. കഴിഞ്ഞു വരുമ്പോഴേക്ക് എല്ലാം ഒതുക്കി വെക്ക്. ഇനിയും എൻ്റെ വായിലുള്ളത് കേൾപ്പിക്കാതെ. അപ്പോ ചായ വേണ്ടിക്ക? ഇത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കിയാൽ മതി. അവന് ആങ്കറിൽ നിന്ന് തോർത്തെടുത്ത് കുളിക്കാൻ ബാത്റൂമിലേക്ക് കടന്നതും അവൾ ഫോണെടുത്ത് വാട്സാപ്പ് തുറന്നു. ചാറ്റ് മുഴുവൻ ക്ലിയർ ചെയ്തു. ഫോൺ എടുത്ത് താഴെ വെച്ചതും അതിലേക്ക് പേഴ്സണൽ മെസ്സേജ് വന്നതും ഒരുമിച്ചായിരുന്നു. അതിനുള്ള മറുപടിയും കൊടുത്തവൾ നെറ്റ് ഓഫ് ചെയ്തു. ഫോണ് കട്ടിലിനരികിലായി ഇട്ടിട്ടുള്ള മേശമേൽ വെച്ചു. പിന്നീടുള്ള ദിവസങ്ങളിലും ഇത് തുടർന്നു. ആദ്യമൊക്കെ അവൾ ഇഷ്ടക്കേട് മനസ്സിൽ വെച്ചാണ് അവനക്ക് മെസ്സേജ് അയച്ചിരുന്നത്. പിന്നീട് എപ്പോഴോ അവൻ അവളുമായി എല്ലാമായി മാറുകയായിരുന്നു. അവളുടെ കൊച്ചു ലോകം അവനിൽ മാത്രമായി ഒതുങ്ങിക്കൊണ്ടിരുന്നു. അവനില്ലാതെ അവൾക്ക് ഒരു നിമിഷം പോലും കഴിയാനാവില്ല എന്ന അവസ്ഥയിലെത്തി. അവളുടെ ഒറ്റപ്പെടൽ കാമുകൻ നാസർ ശരിക്കും മുതലാക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ അവൾ റഫീഖിൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു. എന്നിട്ടും നാസറുമായുള്ള അവളുടെ ബന്ധം അതുപോലെ തുടർന്നു. ഉള്ളിലുള്ള സ്നേഹം പുറത്ത് കാണിക്കാൻ അറിയാത്ത മുസൽമാനായിരുന്നു റഫീഖ്. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വരെ വഴക്ക് പറയുന്നവൻ. അത് മാഹിറയിൽ എപ്പോഴും നീരസം നീർത്തുകൊണ്ടിരുന്നു. സ്വന്തം ഭർത്താവിൽ നിന്നും കിട്ടുന്നതല്ല സ്നേഹം, നാസറിൻ്റെ അരികിൽ നിന്നും കിട്ടുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്നവൾ തെറ്റിദ്ധരിച്ചു. ഓരോ വാക്കിലും മധുരം നിറച്ചവൻ അവളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു. അവനിലേക്ക് അവൾ എളുപ്പത്തിൽ ചായാനുള്ള ഒരു കാരണം അത് തന്നെയായിരുന്നു. അവളെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒന്ന് രുചിക്കണമെന്ന് മാത്രമേ കാമുകൻ നാസറിനുണ്ടായിരുന്നുള്ളൂ. അതവൾക്ക് മനസ്സിലായതുമില്ല. ഒളിഞ്ഞിരിക്കുന്ന ചതി അറിയാതെ അവൾ മാഹിറ നാസറിനെ സ്നേഹിച്ചുകൊണ്ടിരുന്നു. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് 4 മാസം ആയപ്പോഴാണ് അവൾ അവൻ്റെ കൂടെ ചെല്ലാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ മാഹിറക്ക് അവളുടെ കുഞ്ഞിനോർത്ത് സങ്കടമുണ്ടായിരുന്നു. പക്ഷേ നാസർ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന അവസ്ഥയിലും എത്തിയിരുന്നു. കുഞ്ഞില്ലാതെ വന്നാൽ മാത്രമേ അവളെ അവളുടെ കാമുകൻ നാസർ സ്വീകരിക്കൂ എന്നറിഞ്ഞപ്പോൾ മാഹിറ എതിർത്തു. മാഹിറക്ക് അങ്ങനെ കഴിയില്ലെന്ന് തുറന്നു പറയുകയും ചെയ്തു. അതോടെ അവൻ പിണങ്ങിപ്പോയി. അല്ല, പിണങ്ങിയതുപോലെ അഭിനയിച്ചു എന്ന് പറയുന്നതാവും ശരി. അവൻ്റെ മെസ്സേജുകളില്ലാതെ ഫോണുകളില്ലാതെ ജീവിതം അവൾക്ക് അസഹനീയമായി തോന്നി. പലപ്പോഴും അവൾക്ക് ഒരു തരം വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. പ്രണയം അതിന് വല്ലാത്ത വേദനയാണ് എന്നവൾ അറിഞ്ഞ നിമിഷം അവൾ ആകെ തളർന്നുപോയി. ഉറക്കമില്ലാതെ ഊണില്ലാതെ അവൾ രാവും പകലും ഒരുപോലെ കഴിച്ചുകൂട്ടി. ജീവിതത്തോടും അവളോടും ഒരുപോലെ മടുപ്പ് തോന്നി മാഹിറക്ക്. ദിവസങ്ങൾ കടന്നുപോയി. മാഹിറയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സംശയം തോന്നിയ റഫീഖ് പലപ്പോഴായി കാരണം അന്വേഷിച്ചു. അതിനെല്ലാം ഉത്തരം മൗനമായിരുന്നു. അവളുടെ അവസ്ഥയിൽ റഫീഖ് വല്ലാതെ വിഷമിച്ചു. അവൻ അടുത്ത് ചെന്നിരിക്കുന്നതോ മാഹിറയോട് സംസാരിക്കുന്നതോ അവൾക്ക് ഇഷ്ടമില്ലാതായി പോയിരുന്നു. അതിലവൻ വല്ലാതെ വിഷമിച്ചു. റഫീഖിൻ്റെ സങ്കടങ്ങളെല്ലാം അവൻ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പങ്കുവച്ചു.
എടാ റഫീഖേ, ഇതൊരു അസുഖമൊന്നുമല്ല. ഇപ്പോൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ട് ഇങ്ങനൊരു വിഷയം, കൂട്ടുകാരൻ നൗഫൽ പറഞ്ഞു. റഫീഖ് ഒന്ന് മൂളി. നീ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്ക്, അപ്പോൾ തീരാവുന്ന പ്രശ്നമേ അവൾക്കുള്ളൂ. ഇതൊക്കെ പ്രസവം കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാവുന്നതാണ്. ഡിപ്രഷൻ നീ കേട്ടില്ലേ? ഉണ്ട്. അത് ഇതാണോ? ഇങ്ങനെയാണോ അതിൻ്റെ ലക്ഷണങ്ങൾ? ലക്ഷണങ്ങൾ പലർക്കും പല രൂപത്തിലാണ്. ഒറ്റയ്ക്കിരുന്ന് കരയുക, ഓരോന്ന് ചിന്തിച്ചു കൂട്ടുക, അമിതമായ ദേഷ്യം, എല്ലാം നെഗറ്റീവായി ചിന്തിക്കുക, തൻ്റെ പങ്കാളിക്ക് തന്നോട് സ്നേഹമില്ലെന്ന് തോന്നുക, മക്കളോട് അടുപ്പം കാണിക്കാതിരിക്കുക, അങ്ങനെ നീളും. അല്ലടാ, വിവാഹം കഴിക്കാതെ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും അറിവുകൾ? യൂട്യൂബ് തുറന്നു നോക്കിയ അറിവിനാണോ പഞ്ചം? കൂട്ടുകാരൻ്റെ വാക്കുകൾ സ്വീകരിച്ചവൻ അവളുടെ അടുത്തെത്തി. അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് റഫീഖ് അവൾ ചാരയായി നിറഞ്ഞു നിന്നു. പക്ഷേ അപ്പോഴേക്കും അവളുടെ മനസ്സ് കാമുകൻ നാസറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരുന്നു. അവളുടെ മനസ്സിൽ നിന്നും റഫീഖിനോടുള്ള സ്നേഹം പാടെ മാഞ്ഞു തുടങ്ങിയിരുന്നു. അവളുടെ മനസ്സ് മാറ്റാൻ എന്നോണം ഒരു ദിവസം അവൻ്റെ നിർബന്ധപ്രകാരം അവർ ഒരുമിച്ച് പുറത്തുപോയി. റഫീഖ് അവൾക്കെന്തോ വാങ്ങിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് നീങ്ങിയപ്പോഴാണ് അവിടെ വെച്ച് നാസറിനെ യാദൃശികമായി കണ്ടുമുട്ടിയത്. അവനെ കണ്ടതും അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അവനോടവൾ വീണ്ടും സ്നേഹത്തിന് വേണ്ടി അയച്ചു. അവൻ കണ്ണുകൾ കൊണ്ട് സമ്മതം അറിയിച്ചു. അവൻ്റെ തീരുമാനവും അറിയിച്ചു. അതിൽ അവൾ സമ്മതം മൂളുകയും ചെയ്തു. തന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് അവൻ ഇപ്പോഴും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നവൾ തെറ്റിദ്ധരിച്ചു. വീണ്ടും അവരുടെ ബന്ധം പഴയതുപോലെ തുടർന്നു. മാഹി പൊന്നെ, നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല, അതുകൊണ്ടാണല്ലോ നീ എൻ്റെ കൂടെ വരാത്തേ. അതുകൊണ്ടല്ല എൻ്റെ കുഞ്ഞ്, നീ എന്തിനാ പേടിക്കുന്നത്? അത് റഫീഖിൻ്റെ കുഞ്ഞല്ലേ, അവൻ നോക്കട്ടെ. അവൻ്റെ മെസ്സേജുകൾ കൊണ്ട് വീണ്ടും അവൻ അവളുടെ മനം നിറച്ചു. മാഹിറ കുറച്ച് സമയം മിണ്ടാതെ നിന്നു. മൗനം സമ്മതമായി എടുക്കട്ടെ ഞാൻ. ഇയാൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ കാറ് കൊണ്ടുവരാം. ഒരിക്കൽ പിണങ്ങിയതിൻ്റെ വേദന നന്നായിട്ട് അറിഞ്ഞവളാണ് മാഹിറ. ജീവൻ തന്നെ കളഞ്ഞാലോ എന്ന് വരെ ആലോചിച്ചിരുന്നതാണ്. പക്ഷേ ഇനിയും ഒരു പരീക്ഷണം വയ്യ. അവൻ പറഞ്ഞതുപോലെ കുട്ടിയെ ഇക്ക നോക്കിക്കൊള്ളും. അവൻ പറയുന്ന ദിവസം അവൻ്റെ കൂടെ പോയേ പറ്റൂ. എന്നെ മനസ്സിലാക്കിയിട്ടുള്ളതും എൻ്റെ വേദനകളിൽ പങ്കുചേർന്നിട്ടുള്ളവനും നിസ്സാര കാര്യത്തിന് വാക്ക് പറയാത്തതും അവനാണ്, ആ നാസർ. സ്നേഹിക്കാൻ മാത്രം അറിയുന്നവനെ വിട്ടുകളഞ്ഞുകൂടാ, അവൾ സ്വയം തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം, എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവൾ നാസറിൻ്റെ കൂടെ പോയി. രജിസ്റ്റർ മാരേജ് കഴിച്ചു. 2 ദിവസം അവൻ അവളെ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തി. അവൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. എടോ, താൻ പറഞ്ഞതൊക്കെ കള്ളായിരുന്നു അല്ലേ? നീ എന്നെ വഞ്ചിക്കുകയായിരുന്നു. അതേടി, എനിക്ക് എന്തിനു വേണം നിന്നെ? ഞാനിങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട്. നാസറിൻ്റെ മനസ്സിൽ ഒരു പെണ്ണ് മാത്രമല്ല, നിന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. എനിക്ക് നിന്റെ രുചി അറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അറിഞ്ഞു. ഇക്ക, അവൾ വേദനയോട് വിളിച്ചു. ഇക്കയോ? ആരുടെ ഇക്ക? ഒരു കുഞ്ഞും ഭർത്താവുള്ള നീ അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഇതേപോലെ മറ്റൊരുത്തനെ വിളിച്ചാൽ ഇറങ്ങിപ്പോകില്ലെന്ന് എന്താ ഉറപ്പ്? അയാളുടെ വാക്കുകൾക്ക് മുമ്പിൽ തകർന്നു പോയ നിമിഷം റഫീഖിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ സന്ദർഭങ്ങളായിരുന്നു അപ്പോഴൊക്കെയും. നാസർ അവനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ പലതും അനുഭവിക്കേണ്ടി വന്നു അവൾക്ക്. പിന്നെ ഒരാഴ്ച അതിനപ്പുറം അവൻ്റെ കൂടെ നിന്നില്ല. അപ്പോഴേക്കും എല്ലാം പഠിച്ചു കഴിഞ്ഞിരുന്നു. അവൾ ജീവനും നഷ്ടപ്പെടുത്തിയ വേദന അവൾ ഓരോ നിമിഷവും തളർത്തിക്കൊണ്ടിരുന്നു. മാഹിറയുടെ ഉമ്മയുടെ നിർബന്ധപ്രകാരമാണ് അവൾ റഫീഖിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കൂടെ നടന്നതും പിന്നീട് അവനെ വിവാഹം കഴിച്ചതും. ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ നിറഞ്ഞു നിന്നപ്പോൾ ചുറ്റുമുള്ളതൊന്നും തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ ഇക്കയുടെ സ്നേഹം, കരുതലൊന്നും എന്തിന്? എൻ്റെ മോനെപ്പോലും അതിനുള്ളത് ഞാൻ അനുഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതിൻ്റെ അനന്തരഫലമാണ്. അവൾ കരഞ്ഞുകൊണ്ട് ഓരോന്നോർത്തും പലതും പറഞ്ഞുകൊണ്ട് സങ്കടം തീർത്തുകൊണ്ടിരുന്നു. അന്ന് വീട്ടിൽ വന്ന് കയറിയത് മുതൽ
ഞാൻ ഉമ്മയോട് കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതാ. പക്ഷേ എനിക്കാര് കാണിച്ചു തരാൻ? ഞാൻ മറ്റൊരുത്തിൻ്റെ കൂടെ പോയി പുറത്തവളല്ലേ. ബെഡിലേക്ക് വീണവൾ തലയിണയിൽ മുഖം പോറ്റി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.